സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ് വഅഖിമിസ്സലാ നബിയേ തങ്ങൾ നിസ്കാരം കൃത്യമായും നിസ്കരിക്കണേ നബിയേ. ഏത് നിസ്കാരമെന്നറിയോ? ചിലപ്പോൾ നമുക്കൊരു സമാധാനമുണ്ടാകും, ചിലപ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ടാകും. ഞാൻ തിരക്കേടില്ല, കാരണം ഞാൻ കൃത്യമായും നിസ്കരിക്കുന്നവനാണ്. ഓ ഉമ്മമാരെ, നിങ്ങൾക്കൊരാശ്വാസമുണ്ടാകൂ ഇല്ലേ? നിങ്ങൾക്കും ഒരാശ്വാസമില്ലേ? ഇന്ന് സുബഹി നിസ്കരിച്ചവരല്ലേ നിങ്ങള്? ളുഹ്ർ നിസ്കരിച്ചവരല്ലേ നിങ്ങള്? മഗ്രിബും അസ്റും മഗ്രിബും ഇശാഉം എല്ലാം നിസ്കരിച്ചവരല്ലേ നിങ്ങള്? പക്ഷേ കേവലം നിസ്കാരമായ പോരാ. ആ നിസ്കാരം എങ്ങനെയുള്ള നിസ്കാരമാകണോ? ഇന്നത്തെ സുബഹി നിസ്കാരം എങ്ങനെയുള്ള നിസ്കാരമാകണോ? നിസ്കരിച്ച ളുഹ്ർ എങ്ങനെയുള്ളതാകണോ? ഓരോ വഖ്ത് നിസ്കാരവും എങ്ങനെയുള്ളതാകണോ? അതല്ലേ സൂറത്തുൽ അൻകബൂത്തിൽ അല്ലാഹു പറഞ്ഞത്, ഇന്നസ്സലാത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഓ മനുഷ്യ, നിസ്കാരമെന്ന് പറഞ്ഞാൽ അത് തെറ്റിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്തും. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അല്ലാഹു തആല ആ നിസ്കാരം മാറ്റി നിർത്തും. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവനാണോ അവനിങ്ങനെ കുറെ നിസ്കരിച്ച് 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 നിസ്കരിച്ചാകുമ്പോഴേക്ക് അവൻ ജീവിതത്തിൽ ചെയ്തു പോരുന്ന ഹറാം നിർത്താനുള്ള മനസ്സ് വന്നുപോയി. ആ കാണുന്ന ഹറാമ് കാണാതിരിക്കാൻ മനസ്സ് വന്നുപോയി. പിടിക്കുന്ന ഹറാമ് പിടിക്കാതിരിക്കാൻ മനസ്സ് വന്നുപോയി. അത് എന്തുകൊണ്ട് കിട്ടിയ പവറാണ്? ജീവിതകാലം ഇത്രയും കാലം നിസ്കരിച്ചപ്പോൾ ആ നിസ്കാരത്തിനൊരു കഴിവുണ്ട് കേട്ടോ, നിസ്കാരത്തിനൊരു ശേഷിയുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, നിസ്കാരത്തിന് വലിയ പവറുണ്ട്, ചെറിയ പവറല്ല. ഓ, ഈ സദസ്സിൽ ധാരാളം യുവാക്കളെ കാണുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അല്ലാഹുവേ, ഈ ചെറുപ്പക്കാർക്ക് നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്. ദീനനുസരിച്ച് നടക്കാൻ ആ ചെറുപ്പക്കാർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഓ യുവാക്കളെ, എത്ര കാലമായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, എത്ര വർഷങ്ങളായി നിസ്കരിക്കാൻ തുടങ്ങിയിട്ട്, ആ ഞാനും നിങ്ങളും നിസ്കരിക്കുന്ന നിസ്കാരത്തിന്റെ പവർ കൊണ്ട് ഇന്ന് വരെ കാണുന്ന ഹറാം കാണുന്നത് നിർത്താനായിട്ടില്ലയോ? കേൾക്കുന്ന ഹറാം കേൾക്കാൻ നിർത്താനായിട്ടില്ലയോ? എന്നാൽ ഹറാമുമായി ഇടപഴകുന്ന ഹറാമിൽ നിന്ന് മാറി നിൽക്കാനായിട്ടില്ലയോ? എന്റെ നിസ്കാരം കൊണ്ട് ഹറാമ് നിർത്താനായിട്ടില്ലയോ? ആ നിസ്കാരം ഖുർആൻ പറഞ്ഞതുപോലെയുള്ള നിസ്കാരമായിട്ടില്ല, ഒരു സംശയവുമില്ല. അതുകൊണ്ടല്ലേ നിസ്കരിക്കുന്ന ചെറുപ്പക്കാരൻ തന്നെ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നു മൊബൈലിലൂടെ. എന്തേ നിസ്കരിക്കാത്തവനാണോ? പാതിരാ സമയത്ത് കൈവെള്ളായി മൊബൈലിലൂടെ യൂട്യൂബിലൂടെ അശ്ലീലം കാണുന്നു, ഇൻസ്റ്റാഗ്രാമിലൂടെ ഹറാമ് കാണുന്നു. എന്നിട്ടോ അതേ ചെറുപ്പക്കാരൻ സുബഹി ജമാഅത്തിന് പള്ളിയിൽ വരുന്നു. എന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അവന്റെ നിസ്കാരം ഹറാമ് കാണുന്നതിൽ നിന്ന് അവനെ മാറ്റി നിർത്താനായിട്ടില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ആ പരുവത്തിലാണ് ഓരോരുത്തന്റെ നിസ്കാരമെങ്കിലോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മല്ലം തൻഹ സ്വലാത്തുഹു അനിൽ ഫഹ്ശാഇ വൽ മുൻകർ ലം യസ്ദദ് മിനല്ലാഹി ഇല്ലാ ബുഅദാ. നിസ്കാരം കൊണ്ട് ഹറാമിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാതെ
അറിയാത്തവൻ അവന് പടച്ച റബ്ബിൽ നിന്ന് ഓരോ ദിവസവും അകന്നുകൊണ്ടേ ഇരിക്കുന്നു, റബ്ബിനോടടുക്കുന്നവനല്ല. അവൻ ഓരോ ദിവസവും റബ്ബിൽ നിന്ന് മാറി നിൽക്കുന്നു, ആ റബ്ബിൽ നിന്ന് അകന്നു നിൽക്കുന്നു. അതുകൊണ്ടല്ലേ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് വഅബ്ദ് റബ്ബക ഹത്താ യതിയകൽ യഖീൻ. നിങ്ങളെ റബ്ബിന് നിങ്ങളെ ഇബാദത്ത് ചെയ്യണേ. ഏതുവരെയാണ് റബ്ബിന് ഇബാദത്ത് ചെയ്യേണ്ടത്? ഹത്താ യതിയകൽ യഖീൻ, ഉറപ്പ് കിട്ടുന്നത് വരെ എന്ന് പറഞ്ഞാൽ മരണം വരെ നിങ്ങൾ റബ്ബിന് ഇബാദത്ത് ചെയ്യണോ. അതാണ് ഉറപ്പ് വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഉറപ്പേതാണ്? അതിന്റെ ഒരു വ്യാഖ്യാനമാണ് അൽ മൗതു, മരണോ. മരണം വരെ നിങ്ങൾ റബ്ബിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണോ. ആ ഇബാദത്തില്ലാത്ത ഒരു സമയവും ഉണ്ടാകാൻ പാടില്ല, ഇബാദത്തില്ലാത്ത ഒരു നേരവും ഉണ്ടാകാൻ പാടില്ല. ആ ഇബാദത്തില്ലാതെയാകുമ്പോഴാണ് ഓരോ പ്രയാസങ്ങൾ ജീവിതത്തിൽ വരുന്നത്. പ്രയാസങ്ങളും ജീവിതത്തിൽ വരുന്നത് എപ്പോഴാണ്? ഇബാദത്തുകൾ കുറയുമ്പോഴാണ്, സൽക്കർമ്മങ്ങൾ കുറഞ്ഞു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ജനങ്ങളെ, നിസ്കാരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ആ നിസ്കാരത്തിന് വലിയ ഒരു കഴിവുണ്ട്. വേറെ ഒന്നിനുമില്ലാത്ത വലിയ ഒരു പവറാണ് നിസ്കാരത്തിനുള്ളത്. എന്റെ നിസ്കാരം ആ കഴിവുള്ള നിസ്കാരമാകണോ? നിങ്ങളെ നിസ്കാരം അതുപോലെ കഴിവുള്ള നിസ്കാരമാകണോ? എന്താണ് നിസ്കാരത്തിനുള്ള കഴിവെന്നാണല്ലോ. അതേ, അൻസാറുകളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണ്? കാന യുസല്ലി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലവാത്തിൽ ഖംസ്. ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കുന്ന ചെറുപ്പക്കാരനാ. അതിനേക്കാൾ വലിയ മഹത്വം ഏതാണ് വേറെയുള്ളത്? ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ മഹത്വം ഏതാണ്? ഓ ചെറുപ്പക്കാരാ, ഗൗജിയുള്ള സ്ഥലത്ത് പോയി നിൽക്കലല്ല, കൊടികെട്ടല് മാത്രമല്ല, കൊടി താഴ്ത്തല് മാത്രമല്ല, കറങ്ങി നടക്കല് മാത്രമല്ല, ഏറ്റവും വലിയ ഐഡന്റിഫിക്കേഷൻ ഏതാണ്? കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കള്, ഈമാനുള്ള ചെറുപ്പക്കാര്, ഇമാം ജമാഅത്തായി നിസ്കരിക്കലാണ് ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ മഹത്വം. ഈ ചെറുപ്പക്കാരന്റെ മഹത്വം പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന ചെറുപ്പക്കാരനാ. ആ സ്വഭാവമുള്ള എത്ര ചെറുപ്പക്കാരാണ് വാദിന്റെ സദസ്സിലുള്ളത്? ഞാനിത് ചോദിച്ചത് കൊണ്ട് നിങ്ങൾ ആരും എണീറ്റ് പോകേണ്ടതില്ല. വാദ് കേൾക്കുന്നത് എന്തിനാണ്? വാദ് പറയുന്നത് എന്തിനാണ്? വാദ് പറയുന്ന മുസ്ലിയാരും പറയുന്ന വാദ് കൊണ്ട് നന്നാകണോ? വാദ് കേൾക്കുന്നവനും കേൾക്കുന്നത് കൊണ്ട് നല്ലാകണോ? അല്ലാതെ ഗൗജിക്കല്ലല്ലോ, ആവേശത്തിനല്ലല്ലോ. ഞാനടക്കമുള്ള ഓരോ ചെറുപ്പക്കാരനും ചിന്തിക്കണോ? എന്താണ് ചിന്തിക്കേണ്ടത്? ഓരോ ദിവസവും 5 നേരത്തെ നിസ്കാരം അത് ജമാഅത്തായി നിസ്കരിക്കാൻ എന്നെ കിട്ടുന്നുണ്ടോ? 5 നേരത്തെ ജമാഅത്ത് നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ എന്നെ കിട്ടുന്നുണ്ടോ? ഇന്നത്തെ സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച എത്ര ചെറുപ്പക്കാരാണ് നമുക്കിടയിലുള്ളത്? അതുപോലെ ളുഹറും അസ്റും മഗ്രിബും ഇശാവും ജമാഅത്തായി നിസ്കരിച്ച എത്ര ചെറുപ്പക്കാരാണ് നമുക്കിടയിലുള്ളത്? രക്ഷിതാക്കളെ, എന്റെ മക്കൾ അതുപോലെയുള്ള മക്കളാകണോ? മക്കള് എങ്ങനെയുള്ള മക്കളാകണമെന്നാ പറയണേ? 5 നേരം ജമാഅത്തായി നിസ്കരിക്കുന്ന മോനാകണം എന്നാണ് ബാപ്പയും ഉമ്മയും ആഗ്രഹിക്കേണ്ടത്. ഇതുപോലെ തന്നെ ബാങ്ക് വിളി കേട്ടാൽ ഉടൻ പള്ളിയിലേക്ക് ഓടിയെത്തുന്ന മോനാകണം. ഇന്നും കാണുന്നില്ല, എത്ര ചെറുപ്പക്കാരെ കാണുന്നുണ്ട്? ബാങ്കിന്റെ വിളി കേട്ടാൽ ഓടി പള്ളിയിലേക്ക് വരും, വുളൂഎടുത്ത് ജമാഅത്തായി നിസ്കരിക്കും. എന്താ കാരണം? അവന്റെ ബാപ്പയും അവന്റെ ഉമ്മയും അങ്ങനെ അവനെ വളർത്തിയിട്ടുണ്ട്. അതവൻ ശീലിച്ചു, വലുതാകുമ്പോഴും ശീലിച്ചു വന്നു. ഇന്ന് പള്ളിയുടെ ബാങ്ക് വിളി കേട്ടാ മതി, ഓട്ടോമാറ്റിക്കായിട്ട് അവൻ പള്ളിയിലേക്ക് ഓടിപ്പോവും. ആരും ഓനെ ഊന്നണ്ട, ഉമ്മ വടിയെടുക്കണ്ട. വേറെ ചില കല്ല് പോലത്തെ ബാല്യക്കാരുണ്ട്,
കല്ല് പോലത്തതല്ല, കല്ലന്നെ. അങ്ങനെയുണ്ടല്ലോ ബാലക്കാർ. എന്തേ കല്ല് തരാൻ കാരണം? കല്ല് അനങ്ങൂലല്ലേ? അനങ്ങുന്ന അതിന് ഞാൻ അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് അത്ഭുതമായിട്ടുണ്ടാവും എന്തെങ്ങനെ കല്ല് പറഞ്ഞു. ഞങ്ങൾ സദസ്സിലുള്ള ബാല്യക്കാരെ കണ്ടില്ലേ, ഓരൊക്കെ അള്ളാഹുവിന്റെ ഇൽമു കേൾക്കാൻ ഈ സദസ്സിൽ വന്ന് കൂടിയിരിക്കുകയാണ്. അള്ളാഹുവേ, നീ അവർക്കും ഞങ്ങൾക്കും ആഫിയത്ത് ഏറ്റിത്തരണേ അള്ളാഹ്. അല്ലെ, ചില ബാല്യക്കാർ കല്ല് പോലെ എന്ന് പറഞ്ഞത് കല്ലിന് ഗട്ടിന്ന് മാത്രമല്ല, അത് ഗട്ടി ഓവറായി. ഗട്ടി ഓവറും ആകാൻ പാടില്ല. എന്ത് പന്താത്ത കോലത്തിൽ അങ്ങോട്ടും പന്തുന്നില്ല ഇങ്ങോട്ടും പന്തുന്നില്ല, കൊടുക്കന്നെ ബാക്കി പോ. പള്ളിന്റെ ബാങ്ക് വിളി കേട്ടപ്പോഴും പള്ളിയിലേക്ക് വരാൻ ഓനെ കിട്ടൂല. അങ്ങനെ ആകരുത്. ആ കുട്ടികളെ നല്ല ഇബാദത്തിൽ വളർത്തണം, ഇബാദത്തിനോട് നല്ല താല്പര്യമുള്ളവരാക്കണം.